റാഗി പൊടി കൊണ്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നുള്ളത്. ഞാൻ സ്പ്രൗട്ടഡ് റാഗി പൗഡറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഏത് റാഗി പൗഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് റാഗി ഉപ്പുമാവ്. ഇനി ഇതുണ്ടാക്കാനായി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കുറേശ്ശെയായി വെള്ളം ചേർത്ത് നമ്മളിത് ഇതുപോലെ പുട്ടുപൊടി നനയ്ക്കുന്നില്ല, ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് നനച്ചെടുക്കണം. പലതരത്തിലും എല്ലാവരും റാഗി ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയാലാണ് നമുക്ക് പെർഫെക്റ്റായി റാഗി ഉപ്പുമാവ് കിട്ടുന്നുള്ളത്. ഒട്ടും തമ്മിൽ കുഴയാതെയും ഒട്ടാതെയുള്ള റാഗി ഉപ്പുമാവ് നമുക്കത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ മുഴുവനായും കുഴച്ചെടുത്തിട്ട് ഇതുപോലെയാണ് വേണ്ടത്. സാധാരണ നമ്മൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കില്ലേ, അതുപോലെ പിടിക്കുമ്പോൾ തമ്മിൽ ഒട്ടാതിരിക്കണം. എന്നാൽ നമുക്കത് കയ്യിൽ പിടിക്കുമ്പോൾ ഒന്ന് ഉരുളകളാക്കാനും പറ്റണം. ആ ഒരു ഇതിലാണ് നമ്മൾ പൊടി നനച്ചെടുക്കേണ്ടത്. ഇനി ഇതേപോലെ ഒരു അരിപ്പയിലിട്ട് നമുക്ക് ആവി കയറ്റി എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനൊരു ചെമ്പിൽ വെള്ളം തിളയ്ക്കുന്നുണ്ട്, അതിൻ്റെ മേലേക്ക് ഇതുപോലെ വെച്ചാണ് ആവി കയറ്റി എടുക്കുന്നുള്ളത്. 10 മിനിറ്റ് സമയമാണ് കേട്ടോ നമ്മളിത് ആവി കയറ്റി എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നമുക്കിത് 10 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് ഒന്ന് തണുക്കാനായി മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് ആയി കേട്ടോ. ഇത് ഞാൻ തുറന്നിട്ട് ഒന്ന് തണുക്കാനായി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കടുക് പൊട്ടി തുടങ്ങും, ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവോള ചെറുതായി കൊത്തി നുറുക്കിയത്, ഒരു സവോള മീഡിയം സൈസ് സവോള ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞതും, പച്ചമുളക് 2 എണ്ണം കീറിയതും, പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയും ചെറുതായി അരിഞ്ഞ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബീൻസ്, പിന്നെ ക്യാബേജ് എന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 സ്പൂൺ നിലക്കടല, 1 സ്പൂൺ കിസ്മിസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിലക്കടലയ്ക്ക് പകരം നിങ്ങൾക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പിലയും 1 തക്കാളി ചെറുതായി നുറുക്കിയത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇടുമ്പോഴാണ് നമ്മളുടെ ഈ ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങയാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ അധികം ഉപയോഗിക്കാത്തവർക്ക് വേണമെങ്കിൽ തേങ്ങ ഇല്ലാതെയും ഈ ഉപ്പുമാവ് ഉണ്ടാക്കാം. തേങ്ങ ഇടുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്ന റാഗി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്, അപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ റാഗി ചേർത്തതിന് ശേഷം നമ്മൾ അധികം വയ്ക്കരുത് കേട്ടോ. ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട്, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ നെയ്യൊന്നും ചേർത്തില്ലായിരുന്നു, അവസാനമാണ് കേട്ടോ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അവസാനം നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ആ മണം നമുക്കിതിലേക്ക് ഉണ്ടാവും. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം, ഉടനെ തന്നെ ഓഫ് ചെയ്യണം കേട്ടോ. അധിക സമയം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഇളക്കി കൊടുക്കരുത്. അപ്പം നമ്മളുടെ ഈ ഉപ്പുമാവ് ഭയങ്കര ഡ്രൈ ആയിപ്പോൾ. ഇപ്പോൾ ഇത് പെർഫെക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ചൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതിലേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ നമ്മുടെ ഉപ്പുമാവൊക്കെ പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.